കർത്താവിൻ്റെ പരിശുദ്ധമുള്ള നാമം വാഴ്ത്തപ്പെടട്ടെ. ദൈവത്തിൻ്റെ ഉദ്ദേശം എന്താണെന്ന് നാം അറിയണം. ദൈവത്തിന് ഓരോ മനുഷ്യനെക്കുറിച്ചും ഓരോ ഉദ്ദേശമുണ്ട്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ഉദ്ദേശം ആരും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കണം, അഥവാ ആരും നിത്യനാശമായ നിത്യനരകത്തിലേക്ക് കടന്നു പോകാതെ ദൈവത്തിൻ്റെ ജീവനിൽ പ്രവേശിക്കണം, അവർ നിത്യമായി ജീവിക്കണമെന്നുള്ളതാണ് ദൈവത്തിൻ്റെ ആഗ്രഹം. ഇത്ര മനോഹരമായ ഒരാഗ്രഹം ഭൂമിയിൽ ആർക്കുണ്ട്? ആമേൻ. നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം ഭൂമിയിലെ ഒരു വസ്തു വകകളോ കാറുകളോ വീടുകളൊക്കെ ആമേൻ എത്തിപ്പിടിക്കണം, സമൂഹത്തിൽ ഉന്നതനായിത്തീരണം. എന്നാൽ മനുഷ്യനെ സംബന്ധിച്ച് അവൻ്റെ ജീവിതാവസാനം മരണമെന്ന 3 അക്ഷരത്തിലേക്ക് എത്തിച്ചേരുകയാണ്. ആ മരണമെന്ന 3 അക്ഷരത്തെ ജയിക്കുവാൻ ലോകത്തിലുള്ള ഒരു ശക്തിക്കും കഴിയത്തില്ല. മനുഷ്യൻ്റെ മരണത്തെക്കുറിച്ച് പറയുമ്പോൾ 2 നിലകളിലുള്ള മരണമുണ്ട്. ഒന്ന് ശാരീരിക മരണം, മറ്റൊന്ന് ആത്മീക മരണം. പ്രൈസ് ദി ലോർഡ്. ഈ നാം നടക്കുന്ന, ചലിക്കുന്ന, ഇപ്പോൾ സംസാരിക്കുന്ന ഈ ശരീരം ഒരു ദിവസം മരണമെന്ന 3 അക്ഷരത്തെ നേരിടും. അത് ശാരീരികമായ മരണം. അതോടുകൂടി നമ്മൾ എന്ന വ്യക്തി ഇവിടെ ഇല്ല. സ്തോത്രം. എന്നാൽ അതിലുപരിയായി നമ്മുടെ അകത്ത് വസിക്കുന്ന ആത്മാവ്, അഥവാ ദൈവത്തിൻ്റെ അംശം, ദൈവം നമ്മളിലുണ്ട്. അത് പാപത്താൽ മരിച്ചുപോയി. ദൈവത്തിൻ്റെ ആ തേജസ്, ദൈവത്തിൻ്റെ ആ സ്വഭാവം നമ്മളിൽ നഷ്ടപ്പെട്ടു പോയി. അതാണ് ആത്മീയ മരണം. അപ്പോൾ ആത്മീയ മരണം സംഭവിച്ച ഒരു വ്യക്തിക്ക് അവൻ പാപത്താൽ ഉളവായ ദണ്ഡനം, അഥവാ നിത്യനരകം, ആ നിത്യനരകത്തിലേക്ക് കടന്നു പോകും. എന്നാൽ ദൈവം ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല താൻ സൃഷ്ടിച്ച മനുഷ്യൻ നിത്യനരകത്തിലേക്ക് കടന്നു പോകുവാൻ. ആ നിത്യനരകത്തിലേക്ക് കടന്നു പോകുന്ന മനുഷ്യനെ രക്ഷിക്കുവാൻ ദൈവം തന്നെ മനുഷ്യനായി ഭൂമിയിലേക്ക് വന്നു. അതാണ് കർത്താവായിരിക്കുന്ന യേശുക്രിസ്തു. യേശുക്രിസ്തു ഒരു സൃഷ്ടിയല്ല, അവൻ സൃഷ്ടിതാവാണ്. യേശുക്രിസ്തു ഒരു മതസ്ഥാപകനല്ല, അവൻ ജീവന്റെ മാർഗമാണ്. അതുകൊണ്ട് യേശുക്രിസ്തുവിലൂടെ അല്ലാതെ ആർക്കും തൻ്റെ ആത്മമരണത്തിൽ നിന്ന് ആത്മീയ ജീവൻ പ്രാപിക്കാൻ കഴിയുകയില്ല. അതെങ്ങനെ പ്രാപിക്കാൻ കഴിയും? കർമ്മമാർഗത്താൽ കഴിയുമോ? ഇല്ല, കർമ്മമാർഗത്താൽ കഴിയുകയില്ല. പിന്നെ എങ്ങനെ വിശ്വാസമാർഗത്താൽ, അഥവാ ക്രിസ്തു എന്നെ സ്നേഹിച്ചു, എനിക്ക് വേണ്ടി തന്നെത്താൻ പാപയാഗമാക്കപ്പെട്ടു. ആ പാപയാഗത്തിൽ നിന്നുളവായ പാപക്ഷമ എനിക്ക് സൗജന്യമായി ലഭിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ആ യേശുവിനെ ഹൃദയത്തിൽ അംഗീകരിക്കുമ്പോൾ നിത്യജീവൻ പ്രാപ്തമാക്കാം, ദൈവിക ജീവനിൽ പ്രവേശിക്കാം. അത് ചെയ്യുവാൻ നാം നിർബന്ധിതരായി